ചിലപ്പോൾ ചില കോമഡികൾ നടന്മാർ കയ്യിൽ നിന്ന് ഇടാറുണ്ട്. പട്ടിപ്പുറത്തുനിന്ന് ഇറച്ചി ചെയ്യുന്നുണ്ട്, അതൊന്നുമില്ല സ്ക്രിപ്റ്റില്, ഞാൻ എനിക്ക് വായിച്ചോന്ന് പറഞ്ഞാണ്. എന്നാൽ ഡബിംഗ് സ്റ്റുഡിയോകളിൽ വെച്ച് ആഡ് ചെയ്യുന്ന കോമഡികളെ കുറിച്ച് അറിയാമോ? ഡബിങ് തന്നെ നമ്മൾ അഭിനയിക്കാത്ത പല സംഭവങ്ങളും ഡബ് ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു കോമഡി ആ സിനിമയിലേ ഇല്ല. എന്നാൽ ഡബിംഗ് സ്റ്റുഡിയോകളിൽ വെച്ച് അവരുടെ തലയിൽ പെട്ടെന്ന് ഉദിക്കുന്ന ചില ഡയലോഗുകളും ചില നമ്പറുകളും ഉണ്ട്. ഇങ്ങനെയുള്ളവ ആഡ് ചെയ്ത് ആ സീനിന്റെ എഫക്റ്റ് അവർ ഡബിൾ ആക്കി തരും. ദിലീപ് സിനിമകളിലും ജയറാം സിനിമകളിലും ഒക്കെ ഇങ്ങനെയുള്ള കോമഡികൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഡബിംഗ് സ്റ്റുഡിയോകളിൽ വെച്ച് ആഡ് ചെയ്ത ചില കോമഡികളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കൂട്ടുകളെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമ ഫാക്ട്സ് അറിയണം, സിനിമയെ കുറിച്ച് എന്തും ചർച്ച ചെയ്തത്. ആദ്യ സിനിമയാണ് ക്രേസി ഗോപാലൻ. നമ്മുടെയൊക്കെ കുഞ്ഞുനാളിൽ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് കണ്ടൊരു സിനിമയാണ് ഇതേ ക്രേസി ഗോപാലൻ എന്ന സിനിമ. ഈ സിനിമയിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കോമഡിയിലൂടെ ഡബ് ചെയ്ത ഒരുപാട് സീനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഹരീഷ് രേശവന്റെയും ദിലീപിന്റെയും പല പല സീനുകളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇവയിലെ ഒരു സീനാണ് ഹരീഷ് രേശവൻ ഒരു പ്രത്യേക സീനിൽ വെച്ച് ഒരു കോമഡിക്ക് വേണ്ടി ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ വെച്ച് ഓട വണ്ടി തെണ്ടിക്കൊണ്ട് എന്നൊരു കോമഡി പറയുന്നത്. ശരിക്കും ആ സീനിൽ ഹരീഷ് രേശവന്റെ ലിപ്പിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കി അദ്ദേഹം ഡയലോഗ് ഒന്നും തന്നെ പറയുന്നില്ല, എന്നിട്ട് പോലും അവിടെ ഒരു കോമഡി ഉണ്ടായി. ഇതെങ്ങനെയാണ്? ഇങ്ങനെയുള്ള കോമഡികളാണ് ഇതുപോലെ ഡബിംഗ് സ്റ്റുഡിയോകളിൽ വെച്ച് വരുന്നത്. അതായത് അവരുടെ ലിപ് മൂവ്മെന്റിൽ ഇങ്ങനെ ഒരു കോമഡിയേ ഇല്ല, എന്നാൽ അവരുണ്ടാക്കിയെടുക്കുന്നതാണ് ഈ കോമഡി. ഡബിങ് തന്നെ നമ്മൾ അഭിനയിക്കാത്ത പല സംഭവങ്ങളും ഈ ഡബ് ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ദിലീപ് വില്ലനായ മനോജ് കെ ജയനുമായിട്ട് സ്വിമ്മിംഗ് പൂൾ വെച്ച സീനുണ്ട്. ഈ സീനിൽ വെച്ച് വരട്ട എന്ന് പറഞ്ഞ് കണ്ണാടി തിരിച്ച് കണ്ണിലേക്ക് വെക്കുന്ന സീനുണ്ട്. ഇതിനുശേഷം ജെട്ടി റിസപ്ഷനിൽ കൊടുത്തേക്കാമെന്ന് പറയുന്ന ആ ഡയലോഗിൽ ശരിക്കും പറഞ്ഞാൽ ദിലീപ് യാതൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ലിപ് മൂവ്മെന്റ് ഒന്ന് നോക്കിയേ, അവിടെ അദ്ദേഹം ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. എന്നാൽ പോലും ഇവിടെ ഇങ്ങനെ വരുന്നത് ഡബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് കോമഡി ആഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് കൂടാതെ തന്നെ ഈ സിനിമയിൽ ഒരു സീൻ വെച്ച് ഹരീഷ് രേശവൻ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് വേസ്റ്റ് ഇടാൻ പോകുന്ന സീനുണ്ട്. ഈ സീനിലും ഹരീഷ് രേശവനെ കാണുമ്പോൾ ബിജു മേനോൻ പറയും ക്യാച്ച് ചെയ്യുമെന്ന്. എന്നാൽ ഹരീഷ് രേശവൻ അവിടെ വെച്ച് ചോദിക്കുന്നുണ്ട് കാസിമോ? ഇതും ഡബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കിട്ടുന്ന ഒരു കോമഡിയാണ്. അടുത്തതാണ് വെട്ടം. വെട്ടം എന്ന സിനിമ ശരിക്കും കോമഡി കലാകാരന്മാരുടെ ഒരു 2020 ആയിരുന്നു എന്ന് കൂടി നമുക്ക് പറയാം. ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് അടിച്ച് കണ്ട ഒരു സിനിമയാണ് ഇതേ വെട്ടം എന്ന സിനിമ. ഈ സിനിമയിൽ നമ്മൾ ഏറെ രസിച്ച് കാണുന്ന ഒരു സെക്ഷനാണ് സിനിമയിലെ ആ ട്രെയിൻ സീൻ. ഈ ട്രെയിൻ സീൻ വെച്ച് കോമഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷനുകൾ വന്നു പോകുന്നുണ്ട്. ഈ വെയിൽ ദിലീപും നായികയും തമ്മിൽ ഒരു ഡയലോഗ് ഡെലിവറി നടക്കുന്നുണ്ട്. അവിടെ വെച്ച് ദിലീപിന് വളരെ ഡിസ്റ്റർബിംഗ് ആയി മാറുന്ന ഒരു കഥാപാത്രമാണ് സിനിമയിലെ ആ ഒരു കൈ കൂപ്പുന്ന ആള്. ഈ കൈ കൂപ്പുന്ന ആളോട് ഒന്ന് ഇറങ്ങി പോടോ എന്ന് പറയുന്ന ദിലീപിന്റെ ഡയലോഗില് അയാൾ അങ്ങോട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് ദിലീപിന്റെ ലിപ്പിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അവിടെ ദിലീപ് ഒന്നും തന്നെ പറയുന്നില്ല. എന്നാൽ അവിടെ ഒരു കോമഡി ഡയലോഗ് എക്സ്ട്രാ ആഡ് ചെയ്ത് കയറ്റി. ദിലീപിന്റെ ലിപ്പിലേക്ക് നോക്കിയാൽ പുള്ളി മറ്റെന്തോ ആണ് പറഞ്ഞു പോകുന്നത്. എന്നാൽ അവിടെ ഇതുപോലുള്ള കോമഡികൾ തിരികെ കയറ്റിയപ്പോൾ അത് മികച്ചൊരു കോമഡി ആയിട്ട് മാറി. ശരിക്കും ആ സീനിൽ വെച്ച് ദിലീപ് ഒന്നും തന്നെ പറഞ്ഞു കാണില്ല, അല്ലെങ്കിൽ വെറുതെ എനിക്ക് വിട്ടതായിരിക്കും. പക്ഷേ ഡബിംഗ് സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ ദിലീപിന് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആയിരിക്കാം അവിടെ ഒരു കോമഡി വെച്ചാലോ എന്ന്. അങ്ങനെ ആഡ് ചെയ്ത് കയറ്റിയ കോമഡിയാണ് വെട്ടം സിനിമയിലേത്. ഇതേപോലെയുള്ള മറ്റൊരു കോമഡി സീനാണ് കൊച്ചിൻ ഹനീഫ ചേട്ടന്റെ ഒരു കോമഡി സീൻ. അതായത് അദ്ദേഹം ഒരു നിലയുടെ മണ്ടയിൽ നിന്ന് താഴെ സോഫയിലേക്ക് വീഴുന്നുണ്ട്. ആ വീഴ്ചയിൽ അദ്ദേഹം അസംബ്ലി പിരിച്ചു വിട്ടു എന്ന് പറയുന്നുണ്ട്. ഈ സീനൊക്കെ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ച് കണ്ട് ചിരിച്ചിട്ടുണ്ട്. ഈ സീനിൽ അദ്ദേഹത്തിന്റെ ഫേസിലേക്ക് നോക്കിയേ, ഒന്നും തന്നെ പറയുന്നില്ല. ഇതും അതേപോലെ തന്നെ ഡബിങ്ങിൽ വെച്ച് ആഡ് ചെയ്ത് കയറ്റുന്ന ഒരു കോമഡിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതൊരു കോമഡി ആയിട്ട് കാണുമെങ്കിലും സ്ക്രിപ്റ്റിലും കാണില്ല, അവർ അഭിനയിച്ചപ്പോഴും അങ്ങനെ ഒരു കോമഡി കാണില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ഡബ് ചെയ്ത് കയറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി ഡബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് കയറ്റുന്നതാണ്. അടുത്തതാണ് കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ. ശരിക്കും പറഞ്ഞാൽ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്ന സിനിമയിൽ നായകന്മാരെക്കാൾ ഉപരി നമ്മൾ ഇഷ്ടപ്പെടുന്നത് സലീം കുമാറിന്റെ കോമഡികളായിരിക്കും. സലീം കുമാർ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ചെയ്ത മികച്ചൊരു കോമഡി ക്യാരക്ടർ കൂടിയായിരുന്നു കട്ടപ്പന ഋത്തിക് റോഷന്റെ അച്ഛൻ കഥാപാത്രം. ഈ കഥാപാത്രം ധർമ്മജനുമായി വരുന്ന കോമഡീസ് നമ്മൾ ഒരുപാട് രസിച്ച് കണ്ട ഒരു കോമഡിയാണ്. ഈ സീനിൽ വെച്ച് നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു കോമഡി സീനിൽ വെച്ച് വാതില് പെട്ടെന്ന് നടക്കുന്ന സീനുണ്ട്. ഈ സീൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ സീനിലെ സലീമേട്ടന്റെ ഡയലോഗ് ഡെലിവറി അവിടെ വെച്ച് തീരുന്നു. എന്നാൽ അവിടെ വെച്ച് അത് തീർക്കാതെ ഡബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് പറയുന്നതാണ് എന്ന് പറഞ്ഞ ഡയലോഗ്. ശരിക്കും അത് ആ സിനിമയിലേ ഇല്ല, എന്നാൽ അത് കാണുമ്പോൾ നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി എക്സ്ട്രാ ഡബ് ചെയ്ത് കയറ്റിയതാണ്. ഒരുപക്ഷെ ആ ഡയലോഗ് ഇല്ലെങ്കിൽ പോലും ആ സീൻ നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആ ചിരി ഇരട്ടിയായി മാറി. അടുത്ത സിനിമയാണ് ആവേശം. ആവേശം എന്ന സിനിമ ഇത്രയ്ക്ക് പോപ്പുലർ ആയതിന്റെ മെയിൻ റീസൺ സിനിമയിലെ രംഗൻ ചേട്ടനായ ഫഹദിന്റെ ക്യാരക്ടറാണ്. ഫഹദിന്റെ ക്യാരക്ടർ അത്ര എനർജറ്റിക് ആയി നിന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ പോലും നമുക്ക് ഇത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്തായാലും ഈ സിനിമയിൽ രംഗൻ ചേട്ടൻ കയ്യിൽ നിന്നിട്ട അല്ലെങ്കിൽ ഡബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് ഒരു കോമഡി ഉണ്ട്. അതാണ് ഈ സിനിമയിൽ കോളേജിൽ വെച്ച് നടക്കുന്ന ഫൈറ്റ് സീനിൽ വെച്ച് എടാ മോനെ നോക്കിക്കേ എന്ന് പറഞ്ഞ ഈ ഒരു സീൻ. ഈ
ഈ സീനിൽ വെച്ച് ശരിക്കും പറഞ്ഞാൽ ഫഹദിന്റെ ലിപ് മൂവ്മെന്റ് നോക്കിയേ, എടാ മോനെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, നോക്കിക്കേ എങ്ങനെയുണ്ട്. ഈ പറഞ്ഞ ഡയലോഗ് ഒന്നും തന്നെ ആ സിനിമയിലില്ല. ഇത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഷോട്ടിൽ പോലും ഫഹദിനെ കാണിക്കുന്നില്ല. അതായത് ഫഹദിന്റെ ലിപ് മൂവ്മെന്റിൽ പോലും അങ്ങനെ ഒരു കോമഡി ഇല്ല. പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ വെച്ചോ അല്ലെങ്കിൽ ഡബിങ്ങിൽ വെച്ചോ ഫഹദ് ആഡ് ചെയ്ത് കയറ്റിയതായിരിക്കാം ഈ ഒരു കോമഡി. അടുത്തതാണ് സി.ഐ.ഡി. മൂസ. മലയാള സിനിമയിലെ എവർഗ്രീൻ കോമഡി സിനിമ ഏതെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ആൻസർ സി.ഐ.ഡി. മൂസ ആയിരിക്കും. ഈ സി.ഐ.ഡി. മൂസയിൽ തന്നെ ത്രൂ ഔട്ട് കോമഡിയാണ്. അതായത് ഒരു സീൻ കഴിയുമ്പോൾ അടുത്തടുത്ത് കോമഡികൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഈ സിനിമയിലെ ഒരു ഇന്റർവെൽ പോർഷന് ശേഷം ഒരു മാസ് സീൻ വരുന്നുണ്ട്. അതായത് ആ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തതിനു ശേഷം ദിലീപിന്റെ കൂട്ടരും ഇങ്ങനെ സ്ലോ മോഷൻ നടന്നു പോകുന്ന സീൻ. ആ സീൻ വെച്ച് ദിലീപ് തന്നെ പറയുന്നുണ്ട്, നോക്കി നടക്കേ, രജനീകാന്തിന്റെ സിനിമകളൊക്കെ കാണാറില്ലേ, സ്ലോ മോഷനിൽ പോകും, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആദ്യം സ്ലോ മോഷനിൽ നടക്കാൻ പഠിക്കും, രജനീകാന്തിന്റെ ചിത്രങ്ങളിലൊക്കെ കാണാറില്ലേ. ആ ഡയലോഗ് ദിലീപിന്റെ ഫേസിലേക്ക് നോക്കിയ ദിലീപ് ഒന്നും തന്നെ പറയുന്നില്ല. തൊട്ടടുത്ത സീനിൽ ഇന്ദ്രൻസ് ഒന്നും പറയുന്നില്ല. പക്ഷെ ഇവർ രണ്ടാളും കൂടെ കോമഡി പറയുന്നതായിട്ട് നമ്മൾ ഇന്നും കരുതുന്നു. അതിന്റെ പ്രധാന കാരണം ആ ഒരു രീതിയിൽ അവർ ഡബ് ചെയ്ത് കയറ്റിയ ആ ഒരു സീനാണ്. എന്തായാലും മികച്ചൊരു സീൻ തന്നെയാണ് അതെങ്കിൽ പോലും ഡബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് അവർക്ക് തോന്നുന്ന ഐഡിയ വെച്ചാണ് ആ ഒരു സീനൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്ത് കയറ്റിയത്. അങ്ങനെ അത് ഇന്നും മികച്ചൊരു കോമഡി സീനായി മാറി. അടുത്തതാണ് ഗോദ. ഗോദ എന്ന സിനിമ ടൊവിനോയുടെയും ബേസിലിന്റെയും ഒരുപക്ഷെ കരിയർ ബെസ്റ്റ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രത്തോളം നമ്മളെ ചിരിപ്പിച്ചൊരു സിനിമയാണ് ഗോദ. ഈ സിനിമയിൽ ബിജിക്കുട്ടന്റെ ഒരു കോമഡി സീൻ ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ഇൻട്രോയിൽ തന്നെ ബിജിക്കുട്ടൻ ഒരുപാട് ജേഴ്സി വാങ്ങി ഇവർക്ക് അടുത്തേക്ക് വരുന്ന സീൻ. ഈ സീനിൽ വെച്ച് ബിജിക്കുട്ടന്റെ ഫേസിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കി, പുള്ളി ഡയലോഗ് ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷെ അവിടെ ഒരു ചെറിയ ഡയലോഗ് വരുന്നുണ്ട്. ക്രിക്കറ്റ് കളി ഇന്നലെ തുടങ്ങിയതല്ല മോനെ, സച്ചിൻ. അത് എക്സ്ട്രാ ആഡ് ചെയ്ത് കയറ്റുന്നതാണ് എപ്പോൾ ഇതേപോലെ ഡബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീനിൽ ആ ഡയലോഗ് ഇല്ലെങ്കിലും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. എന്നാൽ അവിടെ ഒരു ലാഗ് അടുപ്പിക്കാതിരിക്കണം. അതിനുവേണ്ടി എക്സ്ട്രാ ഡബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് ജസ്റ്റ് അങ്ങ് ആഡ് ചെയ്ത് കയറ്റുന്നതാണ്. അടുത്താണ് ശൃംഗാരവേലൻ. ശൃംഗാരവേലൻ എന്ന സിനിമയിൽ ദിലീപിനേക്കാൾ ഉപരി, അതായത് നായകനായ ദിലീപിനേക്കാൾ ഉപരി നമ്മൾ ഇഷ്ടപ്പെടുന്നത് ലാലിന്റെ ക്യാരക്ടറാണ്. ഈ ലാലിന്റെ ക്യാരക്ടർ അപ്പൻ നമ്പൂതിരിയായി വന്ന് നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ വെച്ച് ദിലീപിനോട് ഈ അപ്പൻ നമ്പൂതിരി എന്ന ക്യാരക്ടർ പറയുന്നുണ്ട്, എന്താ ചെയ്യാ, നമ്പൂതിരിയായി പോയി. ഈ പറയുന്ന സീൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് ആ സീൻ വെച്ച് ലാലിന്റെ ബോഡി ലാംഗ്വേജിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേസ് എക്സ്പ്രഷനിലോ അങ്ങനെ ഒരു ഡയലോഗേ ഇല്ല. പക്ഷെ അത് ഡബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കയറ്റുന്നു. ഇങ്ങനെ ആഡ് ചെയ്ത് കയറ്റുന്നതോടുകൂടി അവിടെ ഒരു വലിയ കോമഡിയാണ് ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ അല്ലാതെ തന്നെ ആ സീൻ നമ്മൾ ഒരുപാട് ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ കൂടി ആഡ് ചെയ്ത് കയറ്റുമ്പോൾ ആ ചിരി ഇരട്ടിയായി മാറും. അടുത്ത സിനിമയാണ് ക്രോണിക് ബാച്ചിലർ. ക്രോണിക് ബാച്ചിലർ എന്ന സിനിമ നമ്മൾ കുഞ്ഞുനാളിൽ ഒരുപാട് തവണ റിപ്പീറ്റ് അടിച്ചു കണ്ടിട്ടുണ്ട്. ഈ സിനിമയിൽ ഇന്നസെന്റ് ഇതേപോലെ കയ്യിൽ നിന്നിടുന്ന അല്ലെങ്കിൽ ഡബിങ്ങിൽ വെച്ച് കയറ്റുന്ന ഒരു കോമഡി സീൻ ഉണ്ട്. അതായത് നമ്മൾ ഒരുപാട് ചിരിച്ച ഒരു സീനല്ലേ, ആ തൈര് ഉള്ള കലം പൊട്ടി അതിൽ നിന്ന് തൈര് ഒരാൾ അദ്ദേഹത്തേക്ക് വീഴുന്നത്. ആ സീനിൽ ഇന്നസെന്റ് ഫേസ് ഒന്ന് സൂക്ഷിച്ചു നോക്കി, അദ്ദേഹം ഡയലോഗ് പറയുന്നത് എന്നാൽ പോലും അവിടെ വെച്ച് നമ്മളൊരു കോമഡി അടിച്ചിരിക്കുന്നുണ്ട്. ചെറുക്കനെറിഞ്ഞതാ, നിങ്ങൾക്ക് നല്ല സമയദോഷമുണ്ട്. ഇതൊക്കെ പോട്ടെ, തൈരിനെന്താ വില ലിറ്ററിന്? ശരിക്കും ആ ഒരു സീനിൽ അദ്ദേഹം ഡയലോഗേ പറയുന്നില്ല. അതും ഇതേപോലെ ഒരുപക്ഷെ ഡബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കയറ്റിയതായിരിക്കാം. അടുത്താണ് അച്ചായൻസ്. ജയറാമിനെ ഏറ്റവും സ്റ്റൈലിഷ് ആയി ലുക്കിൽ കണ്ട ഒരു സിനിമ കൂടിയാണ് ഇതേ അച്ചായൻസ് എന്ന സിനിമ. ഈ സിനിമയിലും ഒരു കോമഡി സീൻ ഉണ്ട്. അതായത് ഈ സിനിമയിൽ ഒരാള് ഒരു ധ്യാനകേന്ദ്രത്തിൽ വെച്ച് പാട്ട് പാടുന്ന സീനുണ്ട്. ഈ പാട്ട് പാടുന്ന സീനിൽ വെച്ച് ഇളമരം കരിമല്ലേ എന്ന് പറയുന്ന ആ സീനില് ആള് പാവന്നേ, അമ്മയും ഭാര്യയും ചവിട്ടിക്കൊന്ന് അച്ഛനെ എടുത്ത് കണ്ടില്ലു. അയാളുടെ മുഖത്തേക്ക് നോക്കി, ആ കൊമേഡിയൻ അവിടെ ഒന്നും തന്നെ പറയുന്നില്ല. പിന്നെ എക്സ്ട്രാ ഡബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് ഒരുപക്ഷെ ആ ഒരു കോമഡി എക്സ്ട്രാ ആഡ് ചെയ്ത് കയറ്റിയായിരിക്കാം. എന്തായാലും ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കയറ്റുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് ചിരിക്കാറുണ്ട്. അങ്ങനെ ആ സീനും വാച്ചബിൾ ആകാറുണ്ട്. ഡബിംഗ് സ്റ്റുഡിയോയിൽ വെച്ച് ആഡ് ചെയ്ത ചില കോമഡികളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ